അപ്പോ yes, Manjota. Hi, Shraddha. ഹായ് ഹലോ. ഒരു ഡൗട്ട് ഉണ്ട്. ഇതില് ഓപ്പൺ ചെയ്തപ്പോ കണ്ടു എന്താ AI ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വല്ല സെറ്റിങ്സും ഉണ്ടോ സൂമില്? അറിയാൻ വേണ്ടി ചോദിക്കാം. സ്വിച്ചൊക്കെ വല്ല ഇല്ല ഓൺ കേട്ടാ. ആക്കിയിട്ടുണ്ടോ വേറെ? ഇല്ല ഇത് റെക്കോർഡിംഗിൽ അങ്ങനെ കാണിക്കണേ കേട്ടാ, വേറെ ഒന്നുമില്ല. ഓക്കെ. അല്ല അപ്പൊ ട്രാൻസ്ക്രിപ്ഷൻ ആയിട്ട് വരുമെന്നുള്ള ഇതില് കാണിച്ചു. അതാണ്. ഇല്ല, അങ്ങനെ കാണിക്കാറില്ല. അത് റെക്കോർഡ് വരുമ്പോ ഇപ്പൊ എല്ലാം AI-ലാണല്ലോ. അങ്ങനെ ഈ സൂം ആ AI ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൽ നിന്നാണ് ഇന്നിപ്പോ 143 പേജ് AA's സ്കൂൾ ഓഫ് ലൈഫ്. AA's ആൽക്കഹോളിക്സ് അനോണിമസ് സ്കൂൾ ഓഫ് ലൈഫ്. എന്താണ് നമ്മളുടെ ജീവിതത്തിൽ എന്താ പറയാ, ആ ജീവിതത്തിന്റെ ഒരു പഠന കേന്ദ്രമാണ് എയുടെ സ്കൂൾ ഓഫ് ലൈഫ്. അങ്ങനെയാണ് എയുടെ സ്കൂള്, പഠന കേന്ദ്രം എന്തിന്റെ ജീവിതത്തിൽ ഓഫ് ലൈഫ്. എ സ്കൂൾ ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ വായിക്കാം. ഞാൻ അങ്ങനെയാണ് വായിക്കാം. നമുക്ക് എന്താ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് പറഞ്ഞിട്ടുള്ളത് കംസ് ഓഫ് ഏജ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചരിത്ര പുസ്തകം പോലുള്ള ചരിത്ര പുസ്തകം, ഓൾമോസ്റ്റ് ചരിത്ര പുസ്തകം എന്ന് തന്നെ പറയാം, ഒഫീഷ്യൽ ആയിട്ടുള്ള ആ ബുക്കിൽ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്. അതിന്റെ 233 പേജിൽ നിന്നാണ്. ആ ഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് പാർട്ടാണത്. അത് എന്താണെന്ന് ഞാൻ പറയാം. ലാസ്റ്റ് പാർട്ട് എന്തിന്റെയാണ്? കംസ് ഓഫ് ഏജ് ടോട്ടലി ഉള്ളത് മെയിൻ ആയിട്ട്. ഹലോ, ഇന്ന് 144 സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇന്ന് പേജ് 144 സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അല്ല, 143. ഓക്കെ, ശരി. ജെയിംസ് ഏട്ടാ പറ, കേൾക്കാൻ പാടില്ലല്ലോ. ജെയിംസ് ചോദിച്ചത് 144 സ്റ്റാർട്ട് ചെയ്തു ആണോ? അതെ, ഇപ്പൊ ഇന്ന് പറഞ്ഞ ഇത് തന്നെ ചേട്ടൻ പറഞ്ഞ സ്റ്റാർട്ട് ചെയ്യണേ 143 അല്ലേ? 143. ഇത് നമ്മൾ കഴിഞ്ഞോടൊക്കെ പറയുന്നില്ല. ഓക്കെ, അപ്പൊ 143 ാണ് സ്കൂൾ ഓഫ് ലൈഫ് എന്നുള്ളത്. ഇതില് കംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞ ബുക്ക് ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് അതിന്റെ തന്നെ 4 o'clock സൺഡേ ആഫ്റ്റർനൂൺ എന്നുള്ള ആ ഭാഗത്ത് എടുത്തിട്ടാണ്. ഇതിന് മുമ്പായിട്ട് 3 ഭാഗങ്ങളുണ്ട്: റിക്കവറി, യൂണിറ്റി ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു. ഇത് എവിടെ നിന്ന് എന്താണ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബുക്കിനെ കുറിച്ച് ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് പറയാം. ഈ ബുക്ക് നമ്മളുടെ ചരിത്ര പുസ്തകം എന്നാണ് നമ്മളൊക്കെ പറയുന്നത്. പ്രധാനമായും ഒഫീഷ്യലായിട്ടുള്ള ചരിത്രപരമായ വസ്തുക്കൾ ഇതിലാണ് എഴുതി. എയുടെ ചരിത്രം ആരംഭം മുതലുള്ളത്, ബിൽഡബ്ല്യുവിന്റെ സോബറൈറ്റി മുതലുള്ള കാര്യം. ഇത് സാൻ ലൂയില് 20 വർഷം വന്നപ്പോൾ, അത് 1955 സാൻ ലൂയിൽ നടന്ന കൺവെൻഷൻ, ഇന്റർനാഷണൽ കൺവെൻഷന്റെ പ്രോഗ്രാമാണ്, തീമായിരുന്നു ഈ 3 ലെഗസികൾ. ഇവിടെ വെച്ചാൽ ലെഗസി പ്രഖ്യാപിക്കലും എല്ലാം ചെയ്യുന്നത്. അപ്പൊ സാൻ ലൂയിലെ ഈ കൺവെൻഷന്റെ ജൂലൈയിലെ ഫസ്റ്റ് 3 days 1, 2, 3 1, 2, 3 തീയതികളാണെന്നാണ് പഴയ ഓർമ്മ പ്രകാരമുള്ള അറിവ്. ഞാൻ വേണമെന്നെ പിന്നീട് കണക്ട്. എന്തായാലും ആ ദിവസങ്ങളില് ആദ്യത്തെ 3 ലെഗസികള് ആദ്യത്തെ 3 മെയിൻ സെഷൻസ് 3 ലെഗസികളെ, ആ ലെഗസികളെ കുറിച്ച് കഴിഞ്ഞ് ഇത് എന്റെ കൺക്ലൂഡിങ് സെഷനാണ് 4 o'clock ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു. അപ്പൊ അതില് ഈ സെഷൻ ഓപ്പൺ ചെയ്യണത് നമ്മളുടെ എയിലെ ഏറ്റവും അധികം, അതായത് എക്ക് സത്യം പറഞ്ഞ എയുടെ സ്ട്രക്ചറൽ സർവീസിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ആർക്കിടെക്ട് ഓഫ് നമ്മളുടെ എന്താ പറയാ സ്ട്രക്ചറൽ സർവീസ് എന്ന് പറയും. അതാണ് നമ്മളുടെ ഒരു ക്ലാസ് എ ട്രസ്റ്റി ആയിരുന്ന ഒരു പ്രമുഖ ലോയർ ആയിരുന്ന, അന്നത്തെ കാലത്ത് USA പ്രമുഖ ലോയർ ആയിരുന്ന
ശ്രീ ബെർണാഡ് സ്മിത്ത്. ബെർണാഡ് സ്മിത്ത് ആണ് ഇത്. 21 വർഷത്തോളം അദ്ദേഹം നമ്മളുടെ ക്ലാസ് ട്രസ്റ്റ് ആയിട്ടിരുന്ന ആളാണ്. അന്ന് ക്ലാസ് ട്രസ്റ്റിമാർക്ക് ഇത്രയധികം നിർബന്ധമായ റൊട്ടേഷൻ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇന്ത്യയിലത്തെ ക്ലാസ് ട്രസ്റ്റിമാർക്ക് 2-2-2 എന്ന് പറഞ്ഞിട്ട് 6 വർഷമാണ് മാക്സിമം പറ്റുക. അത് തന്നെ ഈ 2 വർഷം കൂടുമ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് പോവാം. അങ്ങനെയുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഉള്ളത്. US എനിക്ക് തോന്നുന്നത് 4 വർഷമുള്ളൂ. 4 വർഷം ക്ലാസ് ബി ട്രസ്റ്റിമാർക്കും 5 വർഷമായിരിക്കണം ക്ലാസ് എ ട്രസ്റ്റിമാർക്കും. എനിക്കറിയില്ല US കാനഡയുടെ ലേറ്റസ്റ്റ് എന്താണെന്ന്. എന്തായാലും നമ്മളുടെ ഇന്ത്യയിൽ 6 വർഷമാണ്. അത് 2-2-2 എന്ന് പറഞ്ഞ 3 പാർട്ടായിരിക്കണം. പക്ഷെ അവിടെ ഇദ്ദേഹം 21 വർഷം നമ്മളുടെ അതുകൊണ്ടാണ് ബിൽഡബ്ല്യു എപ്പോഴും ബെർണാഡ് സ്മിത്തിനെ പറയുന്നത് അദ്ദേഹമാണ് നമ്മളുടെ എയുടെ സേവന ഘടനയുടെ എല്ലാം ശില്പി. ഓക്കെ, അപ്പൊ അദ്ദേഹമാണ് അത് ഓപ്പൺ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അതിൽ പലരും സംസാരിക്കുന്നുണ്ട്. ലാസ്റ്റ് ബിൽഡബ്ല്യുവിന്റെ മറുപടി പ്രസംഗം, അതിന്റെ ഭാഗത്തുള്ള കാര്യമാണ്. മറുപടി പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, ഷെയറിംഗ് തന്നെ പറയും. അപ്പൊ അതിന്ന് എടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പാരഗ്രാഫ്, പേജ് നമ്പർ 233. എന്താണത്? അപ്പൊ ഈ ഇത് എഡിറ്റഡ് ആവുകൊണ്ട് ഞാൻ ആസ്പിൽ സീസിറ്റിൽ തന്നെയാണ് വായിക്കുക. പക്ഷെ ഇത് വായിക്കുന്നതിന് മുമ്പ് ഒരു വാചകം കംസ് ഓഫ് പേജിൽ നിന്ന് വായിക്കും. അപ്പോഴേ നമുക്ക് അറിയുള്ളൂ ഈ വായിക്കാൻ പോണതിന്റെ, അതായത് ഈ പാരഗ്രാഫിലെ ആദ്യത്തെ ഒരു വാചകം സ്കിപ്പ് ചെയ്തിട്ടാണ് ഇത് ബാക്കി ഇതിൽ എഡിറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള നമുക്കൊരു അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ആദ്യത്തെ വാചകം വായിക്കും. നോക്കാം എന്താണ് ആദ്യത്തെ വാചകം. Having examined the perils of pride, let us look briefly now at how anger, even so-called righteous indignation, could harm us. അതായത് ഇതിനു മുമ്പ് അദ്ദേഹം പെറിൽസ് ഓഫ് പ്രൈഡ്, നമ്മളുടെ അഭിമാനത്തിന്റെ, അല്ലെങ്കിൽ അത് സദഭിമാനം ദുരഭിമാനം ഏതുമാണ്, ആ അഭിമാനം കൊണ്ട് നമുക്ക് വരാവുന്ന പ്രശ്നങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കാവുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊക്കെ ആണ് ഷെയർ ചെയ്തിരുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളിപ്പോ നോക്കിയതിന് ശേഷം, പരിശോധിച്ചതിന് ശേഷം, ലെറ്റ് us look briefly now at how anger, എങ്ങനെയാണ് കോപം എന്നുള്ളതിനെ കുറിച്ച് നമുക്കിപ്പോ ചിന്തിക്കാം. കോപം എന്ന് പറഞ്ഞാൽ അതിനൊരു വിശേഷണം കൊടുത്തിട്ടുണ്ട്. ഹൗ ആംഗർ, ഈവൻ സോ കോൾഡ് റൈറ്റസ് ഇൻഡിഗ്നേഷൻ, could harm us. എങ്ങനെയാണ് കോപം? എങ്ങനത്തെ കോപം? നമ്മള് തീർച്ചയായിട്ടും നീതീകരിക്കത്തക്ക, ന്യായീകരിക്കത്തക്ക ഒരു നമ്മളുടെ എന്താണ് ധാർമ്മികമായിട്ടുള്ള ഒരു ന്യായീകരിക്കത്തക്കമായതായിട്ടുള്ള ഒരു അവകാശമാണെന്ന് കരുതുന്ന ആ കോപം എങ്ങനെ നമ്മളെ ഹൗ ഇറ്റ് കുഡ് ഹാം us, എങ്ങനെ നമ്മളെ അത് ബാധിക്കുന്നു. ബാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായ രീതിയിൽ ബാധിക്കും. നമുക്കെന്നെ ദോഷകരമായിട്ട് എങ്ങനെ ബാധിക്കും? ഇതാണ് ആദ്യത്തെ വാചകം. അത് കഴിഞ്ഞിട്ടാണ് ഇനി ഇതിൽ കൊടുത്തിട്ടുള്ള, അത് എഡിറ്റഡ് ആവുകൊണ്ട് ഞാൻ അത് തന്നെയാണ് വായിക്കാൻ പോകാം. ഏത് ആസ്പിൽ സീസിന്റെ, അല്ലാണ്ട് കംസ് ഓഫ് പേജിൽ നിന്നല്ല വായിക്കുന്നത്. അതിലത്തെ പാരഗ്രാഫ് തന്നെയാണ്, കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളെ പറ്റിയിട്ടുണ്ടാവുള്ളൂ. നോക്കാം. Within AA, I suppose we shall always quarrel a good bit. എയുടെ ഉള്ളില് ഐ സപ്പോസ്, അതായത് ബിൽഡബ്ല്യു ചിന്തിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ എയുടെ ഉള്ളില് വി ഷാൽ ഓൾവേസ് quarrel a good bit. കുറച്ചൊക്കെ ഒരു ചെറിയ രീതിയിലൊക്കെ ഉള്ള വഴക്കുകൾ നമ്മൾ വഴക്കിടാറുണ്ട്. മോസ്റ്റ്ലി ഐ തിങ്ക് അബൌട്ട് ഹൗ ടു ഡു ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡ്രഗ്സ്. അത് എങ്ങനെയാണ്? ഏറ്റവും നല്ല ഇത്, ഏറ്റവും വലിയ എന്താ പറയാ, മഹാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ കുടിയന്മാർക്ക് വേണ്ടിയിട്ട് ഏറ്റവും മഹത്തരമായിട്ട് നന്മ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് മിക്കവാറും നമ്മൾ ഈ കോറൽസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് വളരെ കൃത്യമുണ്ടത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ അത് നെക്സ്റ്റ് ടൈം ഇത് ഞാൻ പറയുമ്പോൾ ഞാൻ അത് ഷെയർ ചെയ്യും. ഒരു തവണ ഇതൊന്ന് വായിച്ചു പോകാം. We shall have our childish spats and snits over small questions of money management and who is going to run our groups for the next 6 months. ഇതൊക്കെയാണ് ഉണ്ടാവാറ്. അതായത് നമ്മളുടെ സാമ്പത്തികമായ മാനേജ്മെന്റുകൾ ഗ്രൂപ്പുകളുടെ ഉള്ളിലുള്ളതും
അല്ലെങ്കിൽ അത് ഈവൺ എയുടെ മൊത്തം എയുടെ ആണെന്നുണ്ടെങ്കിൽ കൂടി ഉള്ള മണി മാനേജ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ ആരാണ് അടുത്ത നമ്മളുടെ സേവകനായിട്ട് വരേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ചെറിയ ചെറിയ വാഗ്വാദങ്ങളോ തർക്കങ്ങളോ അല്ലെങ്കിൽ ഇതെല്ലാം. അടുത്ത 6 മാസത്തേക്ക് ആരാണ് വേണ്ടത്, നമ്മുടെ ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആരാണ് വേണ്ടത്, ചിലപ്പോൾ അതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മൾ വഴക്കടിക്കാറ്. ഇനി ബഞ്ച് ഓഫ് ഗ്രോയിങ് ചിൽഡ്രൻ ഇനി ബ്രാക്കറ്റിൽ ആൻഡ് ദാറ്റ് ഈസ് വാട്ട് വി ആർ വുഡ് ഹാർഡ്ലി ബി ഇൻ ക്യാരക്ടർ ഇഫ് ദേ ഡിഡ് ലെസ്. അതായത് ഏതൊരു വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഒരു ബഞ്ച്, എന്താ ഒരു കൂട്ടം, അങ്ങനത്തെ ഒരു കൂട്ടം, ആൻഡ് ദാറ്റ് വാട്ട് വി ആർ, നമ്മളതുപോലെയാണല്ലോ. നമ്മൾ പുനർജനിക്കപ്പെട്ടിട്ട് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഞാൻ 18 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, എന്റെ 18 വയസ്സ് ആയിട്ടുള്ളൂ. അപ്പൊ അങ്ങനത്തെ നമ്മൾ പിള്ളേരായിട്ടുള്ള ആൾക്കാര് വുഡ് ഹാർഡ്ലി ബി ഇൻ ക്യാരക്ടർ ഇഫ് ദേ ഡിഡ് ലെസ്. ഇതുപോലെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ആ സ്വഭാവക്കാരായി എന്താ പറയാ അല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം ഇതൊക്കെ സ്വാഭാവികമാണ്, ഈ വളർച്ചയുടെ പാതയിൽ ഇതൊക്കെ സ്വാഭാവികം. ഇനി ദീസ് ആർ ദ ഗ്രോയിങ് പെയിൻസ് ഓഫ് ഇൻഫൻസി. ഇതെന്താണെന്ന് നമ്മളുടെ ആ വളർന്നുകൊണ്ടിരിക്കുന്ന വേദനയാണ് നമ്മളുടെ ചെറുപ്പത്തിലുള്ള വളർച്ചകൾ. ആ ഇൻഫൻസി എന്ന് പറഞ്ഞാൽ ആ ആദ്യ ബാല്യ ശൈശവ ബാല്യമൊക്കെ ആയിട്ടുള്ള ആ കാലത്ത്. ആൻഡ് വി ആക്ച്വലി ത്രൈവ് ഓൺ ദം. എന്നിട്ട് നമ്മൾ അതില് എന്താണ് നമ്മൾ ശരിക്ക് അതിൽ നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഒന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും നമ്മൾ എന്താണ് അതിലൊക്കെ ചെയ്യുന്നത്. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയണമെങ്കിൽ തന്നെ നമ്മൾ എന്താണ് അതില് നമ്മൾ തന്നെ ഒരു വിധത്തിലുള്ള എന്താ പറയാ, നമുക്ക് തന്നെ ഒരു ഗ്രോത്ത് എന്നോ എന്താ പറയാ, നമുക്ക് തന്നെ ഒരു ചെറുതായ രീതിയിൽ നമ്മൾക്ക് തന്നെ ഒരു വളർച്ചയോ അല്ലെങ്കിൽ ആ ഒരു അതൊക്കെ കിട്ടുകയാണ് ചെയ്യണം. അതിൽ കൂടെ ഈ ചെറിയ ചെറിയ വഴക്കുകളിലെ കൂടെ. അപ്പൊ ദീസ് ആർ ദ ഗ്രോയിങ് പെയിൻസ് ഓഫ് ഇൻഫൻസി ആൻഡ് വി ആക്ച്വലി ത്രൈവ് ഓൺ. അപ്പൊ ഇങ്ങനത്തെ ഈ ചെറുപ്പകാലത്തിലുള്ള ഈ വേദനകളിൽ കൂടെ നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലാവുന്നു എന്നുള്ളതാണ് അതിന്റെ ആശയം. സർമൗണ്ടിങ് സച്ച് പ്രോബ്ലംസ് ഇൻ എ റാദർ റഗ്ഡ് സ്കൂൾ ഓഫ് ലൈഫ് ഈസ് എ ഹെൽത്തി എക്സസൈസ്. അപ്പോ ഇങ്ങനത്തെ പ്രോബ്ലത്തിനെ ചുറ്റിപ്പറ്റിയിട്ടും എല്ലാം നമ്മൾ ആലോചിക്കുമ്പോൾ ഇൻ എസ് റാദർ റഗ്ഡ് സ്കൂൾ ഓഫ് ലൈഫ്, എയുടെ ഈ സ്കൂൾ ഓഫ് ലൈഫ്, റഗ്ഡ് സ്കൂൾ ഓഫ് ലൈഫ്, ഈ ബഹളമൊക്കെ കൂട്ടിയിട്ടും ഇടി കൂടിയിട്ട് വരുന്ന ഈ സ്കൂൾ ലൈഫ് ഈസ് എ ഹെൽത്തി എക്സസൈസ് എന്ന് പറഞ്ഞു. അതൊരു ആരോഗ്യകരമായ ശരിക്കും പറഞ്ഞ ഒരു പരിശീലനമാണ് എന്ന്. ഇത് വളരെ രസകരമായിട്ട് വായിക്കുമ്പോൾ തോന്നുന്നുണ്ട്. ചില അനുഭവങ്ങൾ കാര്യമായിട്ട് വരുന്നത് അവരുടെ കോപത്തിനെ കുറിച്ചാണ് പറയണത്. ഇനി ഇതിനെ കുറിച്ച് ചിലത് പറയാം. ഇതിലെന്താണ് ആദ്യം പറഞ്ഞത്? വിതിൻ ഐ സപ്പോസ് വി ഷാൽ ഓൾവേസ് ഫോറൻ എ ഗുഡ്. മോസ്റ്റ്ലി ഐ തിങ്ക് അബൌട്ട് ഹൗ ടു ഡു ദ ഗ്രേറ്റസ്റ്റ് ഗുഡ് ഫോർ ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് ഡ്രഗ്സ്. സത്യം പറയാം, ഇത് നമ്മൾ എങ്ങനെയാണ് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ സർവീസ് ചെയ്യാം, ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കാം എന്നുള്ളതിനുള്ള വാഗ്വാദം കണ്ടമാനം കണ്ടു. എനിക്ക് ആദ്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ഈ സർവീസിലൊക്കെ വന്ന സമയത്ത് ഒരു ചെറിയ ഒരു സംശയം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആർഗ്യൂ ചെയ്യുമ്പോൾ അത് ശരിയാണോ? കാരണം ഇവിടെ നമ്മള് ആമുഖത്തിൽ പറയുന്നു വിവാദ വിഷയങ്ങളിൽ നമ്മൾ ഏർപ്പെടില്ല. അപ്പോ എനിക്കിതൊക്കെ സംശയം, ഇത് ശരിയല്ലല്ലോ. പല ആൾക്കാരും പറയാറുണ്ട് നമ്മൾ വിവാദങ്ങളിൽ നിന്ന് മാറിക്കണം. പക്ഷെ ആ വിവാദമൊക്കെ പുറമേയുള്ള വിവാദങ്ങളുടെ കാര്യം ഉള്ളിൽ നമ്മൾ എത്രത്തോളം കൂടുതൽ പങ്കുചേർന്ന് അതിന് ചർച്ച ചെയ്ത് അപ്പൊ ചർച്ചയുടെ സമയത്ത് ബഹളവും തോലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അതൊക്കെ ഇതിന്റെ ഭാഗമാണെന്നുള്ളത് എനിക്ക് അന്നത്തെ കാലത്തൊരു പഴമക്കാരനാണ് എന്നോട് പറഞ്ഞത്. ഞാനിതുപോലെ ഞാൻ ഒരു ദിവസം അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ എയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആൾക്കാർ ബഹളം? ഈ പറഞ്ഞ കാര്യം തന്നെ, ആരെങ്ങനെ ഏറ്റവും നന്നായി സർവിക്കാം.
ഇവിടെ അശോക ഇവിടെ ആത്മാർത്ഥതയ്ക്ക് അളവ് പോലും there is no dipstick for sincerity എന്നോട് പറഞ്ഞു വാ. ഡിപ്സ്റ്റിക് ഇല്ല, കാരണം നമ്മൾ സാധാരണ പെട്രോൾ ടാങ്കിലോ ഡീസൽ ടാങ്കിൽ ഇട്ട് ഇല്ലെങ്കിൽ ഓയിൽ ടാങ്കിൽ ഇട്ട് നോക്കണ ആ ഒരു മാനദണ്ഡം എത്രത്തോളം അതിനുണ്ടെന്നുള്ളതൊന്നും ആത്മാർത്ഥതയ്ക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ വാഗ്വാദം നടത്തുന്ന ആരും നശിക്കണം എന്ന് വെച്ചിട്ടല്ല ചെയ്യും. എല്ലാവർക്കും അവരവരുടേതായ വ്യൂ ഉണ്ട്, കാഴ്ചപ്പാട്. ചിലവര് എന്ത് പറ്റും, ചിലവര് അതിനുള്ള ഗൈഡ് ലൈൻസ് ആയിട്ടുള്ള നമ്മുടെ സർവീസ് മാനുവല്, ട്രഡീഷൻസിന്റെ എസൻസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാവും ചിലപ്പോൾ ചില ആൾക്കാർ പറഞ്ഞാൽ, ചില ആൾക്കാർ മനസ്സിലാക്കാതെ ആവും. പക്ഷെ അൾട്ടിമേറ്റ്ലി എല്ലാവരും ചിന്തിക്കുന്നത് എയുടെ നന്മ മാത്രം. നിലനിൽക്കണമെന്നും നമുക്ക് എത്രത്തോളം നന്നായിട്ട് മറ്റുള്ളവരെ സഹായിക്കണം. ഇതെനിക്ക് അന്ന് കിട്ടിയിട്ടുള്ള ഒരു വലിയ ഒരു എന്താ പറയാ ഒരു പാഠമാണ്. അതുകൊണ്ട് എയില് ആർഗ്യുമെന്റ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വരുമ്പോ അതിനെ ബോധർ ചെയ്യണം. അത് ദാറ്റ് ഇസ് ദേർ. അതിനെ അതായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്? എല്ലാവരും നന്മയ്ക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കുന്നതാണ്. സം പീപ്പിൾ വിൽ ബി ലെസ് ഇൻഫോം, സം പീപ്പിൾ മേ ബി മോർ ഇൻഫോം. അതുകൊണ്ടാണ് നമ്മളുടെ ഗ്രൂപ്പ് കോൺഷ്യൻസ് എടുക്കുമ്പോൾ പറയുന്നത് എപ്പോഴും നമ്മൾ വെൽ ഇൻഫോംഡ് ഗ്രൂപ്പ് കോൺഷ്യൻസ്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഗ്രൂപ്പ് കോൺഷ്യൻസ് എടുക്കുന്ന സമയത്ത് ആ വിഷയത്തിന്റെ എല്ലാ വശവും അവിടെ ചർച്ച ചെയ്തിരിക്കണം. അതിൽ പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും, ഇതൊന്നുമല്ലാത്ത ന്യൂട്രൽ വശങ്ങൾ ഉണ്ടാവും, ഇതൊന്നുമല്ലാതെ അതിൽ മറിഞ്ഞു കിടക്കുന്ന വശങ്ങൾ ഉണ്ടാവും, ഒറ്റ നോട്ടത്തിൽ കാണാത്ത ചില വശങ്ങൾ. പ്രത്യേകിച്ച് അത് നമ്മൾ സർവീസ് വിത്ത് എന്താ പറയാ ഔട്ട്സൈഡ് വേൾഡ് ആയിട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെയൊക്കെ പല പ്രോബ്ലംസ് ഉണ്ടാവുക. അതുപോലെ വിതിൻ തന്നെ ഭാവിയിലേക്ക് നമ്മളെ ബാധിക്കാവുന്ന ചില കാര്യങ്ങൾ, ഇതെല്ലാം വിലയിരുത്തിയിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് വെച്ചാൽ അവിടെ എല്ലാം ഡിസ്കഷൻസ് വളരെ അത്യാവശ്യമാണ്. PW അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് തന്നെ, ഓരോ തീരുമാനങ്ങളും നമ്മൾ എടുക്കുമ്പോൾ എവറിത്തിങ് ഷുഡ് ബി all decisions should be made after discussions, voting, and whenever possible with substantial unanimity. ഈ ഒരു വാചകമാണ്. അപ്പൊ അത് വളരെ കൃത്യമാണ്. ഡിസ്കഷൻ ഇല്ലാണ്ട് വെറുതെ ചുമ്മാ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായമാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്യണം, അവനവന്റെ അറിവനുസരിച്ച് ഡിസ്കസ് ചെയ്യണം. പക്ഷെ ഓൾവേസ് നമ്മളുടെ മുമ്പിൽ കോമൺ വെൽഫെയർ കാര്യം ഉണ്ടാവാൻ പാടുള്ളൂ. ഇതൊന്നും നമ്മളെ യൂണിറ്റിയെ ബാധിക്കില്ല, എപ്പോഴും ഏക നന്മ മാത്രമേ വരും എന്നുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഓക്കെ, അടുത്തതോ, we shall have our childish spats and snits over small questions of money management and who is going to run our groups for the next 6 months. ഇത് സാധാരണയാണത് അല്ലേ? ചെറിയ ചെറിയ മണി മാനേജ്മെന്റിന്റെ കാര്യത്തിൽ വളരെ ചെറിയ കാര്യമായിരിക്കും ചിലപ്പോ, പക്ഷെ അതിന്റെ മുകളിൽ എത്ര ടൈം നമ്മൾ ഡിസ്കസ് ചെയ്യും ആലോചിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്നിട്ട് ആലോചിക്കുക, ഈ ഒരു എമൗണ്ട് നമ്മൾ വേറെ ചില സന്ദർഭങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാണ്ട് ചെലവാക്കിയിരുന്നതൊക്കെ ഉള്ള ആലോചിക്കുമ്പോൾ അത്ഭുതം കൂറും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള്, അതേപോലെ ആരാണ് അടുത്ത നമ്മളുടെ സെക്രട്ടറി ആവേണ്ടത്, അല്ലെങ്കിൽ ഗ്രൂപ്പിന്റെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർ ഗ്രൂപ്പിന്റെ ഭാരവാഹികൾ ആരാണ് ആവേണ്ടത്, ദേശീയ കമ്മിറ്റിയിൽ ആരാണ് DCM ആവേണ്ടത്, ഏരിയ കമ്മിറ്റിയിൽ ആരൊക്കെ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ ആരെയാണ് നമുക്ക് ഡെലിഗേറ്റ് ആയിട്ട് അയക്കുന്നത്, ഇങ്ങനത്തെ കുറെ പല കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകളും ഒക്കെ സർവ്വസാധാരണ. അതിലൊക്കെ നമ്മൾ ചിലപ്പോൾ വഴക്കടിച്ചു എന്ന് വരും, അല്ലെങ്കിൽ മത്സരിച്ചു എന്ന് വരും, വേറെ രീതിയിലുള്ള പലതും വരും. എന്നിട്ടോ എനി പഞ്ച് ഓഫ് ഗ്രോയിങ് ചിൽഡ്രൻ, അത് സാധാരണയാണ്. നമ്മളൊക്കെ പിള്ളേരാണ്, നമ്മളിപ്പോ പുനർജനിക്കപ്പെട്ട് വളരുന്നേ ഉള്ളൂ. അപ്പൊ വളർച്ചയിൽ ഇതൊക്കെ സാധാരണയാണ് പറഞ്ഞു തരുന്നത്. ഇനിയോ, ദീസ് ആർ ദ ഗ്രോയിങ് പെയിൻസ് ഓഫ് ഇൻഫൻസി, ഇതൊക്കെയാണ് സാധാരണ നമ്മുടെ വളർച്ചയിലുള്ള ആ ഒരു വളർന്നു വരുന്ന വേദന. ഇനിയോ ആ ഇൻഫൻസിയുടെ വളർച്ചയിലുള്ള വേദനയാണ്, വളർന്നു വരുന്ന വേദനയല്ല, ഇൻഫൻസിയുടെ വളർച്ചയിലുള്ള വേദന. ആൻഡ് വി ആക്ച്വലി ത്രൈവ് ഓൺ ദം. അതിൽ നിന്നാണ് നമ്മളെ തന്നെ മെച്ചപ്പെട്ടവരായി ഇതായി വന്നത്.
അല്ലെങ്കിൽ നമ്മളെ തന്നെ എന്താ പറയാ, നമ്മൾ തന്നെ മെച്ചപ്പെട്ടായി കാണില്ലേ, അഭിവൃദ്ധിപ്പെടുകയൊക്കെ ചെയ്യും. അതായത് അതിൽ നിന്നാണ്. Surmounting such problems in AA's rather rugged school of life is a healthy. ഇങ്ങനത്തെ റഗ്ഡ് സ്കൂൾ ഓഫ് ലൈഫിലെ ലൈഫ് എയുടെ ഇത് ഈസ് എ ഹെൽത്തി എക്സസൈസ് ആണ്. അതൊരു വളരെ ആരോഗ്യകരമായിട്ടുള്ള നമ്മളുടെ പരിശീലനമാണ്. ഇനിയോ ഈ പേജുകളെ സൂചിപ്പിക്കുന്നത് എന്തൊക്കെയാണ്? ഈ പേജ് സൂചിപ്പിക്കുന്നത് ഒന്ന് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വിവാദങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പ്രിൻസിപ്പിൾസ് ആൻഡ് പേഴ്സണാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ തത്വങ്ങളും വ്യക്തിത്വങ്ങളും. ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? തത്വങ്ങളായിരിക്കും പ്രിൻസിപ്പിൾസ് ബിഫോർ പേഴ്സണാലിറ്റീസ് ആണ് നമ്മളുടെ ട്രഡീഷൻ, 12th ട്രഡീഷൻ പറഞ്ഞു. അതിനർത്ഥം പേഴ്സണാലിറ്റീസ് ചെയ്യാന്നല്ല. പേഴ്സണാലിറ്റിയെക്കാളും നമുക്ക് എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് പ്രിൻസിപ്പിൾസ്, തത്വങ്ങളൊക്കെ. വ്യക്തിത്വങ്ങളെക്കാൾ പ്രാധാന്യം വ്യക്തികൾ എന്നല്ല പേഴ്സണാലിറ്റി. പേഴ്സൺസ് എന്ന വ്യക്തികൾ, പേഴ്സണാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചില വ്യക്തിത്വങ്ങൾക്ക് ചില ഇതുകൾ ഉണ്ടാവും. ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, പല കാര്യങ്ങളും ഉണ്ടാവും അവർക്ക്, ആകർഷകമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ വ്യക്തിത്വങ്ങളുടെ പിന്നാലെ പോണേക്കാൾ കൂടുതൽ ആദ്യം നമ്മൾ പോകേണ്ടത് തത്വങ്ങൾക്കാണ്. നമ്മൾ ഔട്ട്സൈഡ് ലൈഫിൽ അങ്ങനെയല്ലല്ലോ. സാധാരണ ജനറൽ ലൈഫിൽ കാണുന്നത് ഇന്ന ആള് പറഞ്ഞു എന്നുകൊണ്ടല്ലേ പറയുക, അതിനെയാണ് നമ്മൾ കോട്ട് ചെയ്യുക. ഇവിടെ ഇന്ന ആള് പറഞ്ഞു എന്നുള്ളതിനല്ല. അതിനേക്കാൾ ഇമ്പോർട്ടൻസ് എന്ത് പറഞ്ഞു, ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ഇവിടുള്ള ട്രഡീഷൻസ് ആയിട്ടോ കൺസെപ്റ്റ്സ് ആയിട്ടോ സ്റ്റെപ്സ് ആയിട്ടോ ഒക്കെ ഒത്തുചേർന്ന് പോകുന്നതാണ്. അതാണ് നോക്കുന്നത്. ഈ 36 പ്രിൻസിപ്പിൾസ് ആണ് ഈ 36 തത്വങ്ങളായിട്ട് ഒത്തുചേർന്നു. അതിനുശേഷം വ്യക്തിത്വങ്ങളുടെ കാര്യം വരുന്നുണ്ട്. വ്യക്തിത്വങ്ങൾ വരുന്നില്ല എന്നും പറയുന്നില്ല. വ്യക്തിത്വങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അപമാനിച്ചു വിടണം എന്നല്ല അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ അവർ പറഞ്ഞ ഒന്നും വില വെക്കണ്ടെന്നല്ല അർത്ഥം. അതൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ആദ്യം പരിഗണന കൊടുക്കുന്നത് നമ്മളെപ്പോഴും തത്വങ്ങളാണ്. അപ്പോൾ ഏതൊരു വ്യക്തിത്വം പറഞ്ഞില്ലെങ്കിലും കുട്ടികൾ പറഞ്ഞാലും, കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ആള് വരെ പറഞ്ഞു കഴിഞ്ഞാലും അത് എന്താണ്, ആരാണ് പറഞ്ഞത് എന്നതിന് പകരമായിട്ട് എന്താണ് പറഞ്ഞത്, അത് നമ്മളുടെ ഈ തത്വങ്ങളായിട്ട് എവിടെയെങ്കിലും ചേർന്ന് പോകുന്നുണ്ടോ, ഇല്ലെങ്കിൽ ഈ തത്വങ്ങൾ പ്രയോഗത്തിൽ വരുത്താനായിട്ട് നമുക്ക് തന്നിട്ടുള്ള മാർഗരേഖകളായിട്ടുള്ള ജനറൽ സർവീസ് മാനുവൽ, AA സർവീസ് മാനുവൽ, അല്ലെങ്കിൽ AA ഗൈഡ് ലൈൻസ്, പല വർക്ക് ബുക്കുകൾ, ഇതൊക്കെ ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ അതാണ് പ്രിൻസിപ്പിൾസ് ആൻഡ് പേഴ്സണാലിറ്റീസ് എന്നുള്ളതിനൊക്കെ അതിന്റെ ഷെയറിംഗ് ഉണ്ട്. പ്രോഗ്രസ്, പിന്നെ നമ്മളുടെ പ്രോഗ്രസ്, നമ്മളുടെ എത്രത്തോളം നമ്മൾ പുരോഗതി പ്രാപിക്കും. അതില് പ്രോഗ്രസ്സിന് രണ്ട് ടൈപ്പ് പ്രോഗ്രസിനെ കുറിച്ച് ചിന്തിക്കുന്നത്. മൊത്തം എയുടെ പ്രോഗ്രസും അതേപോലെ ഗ്രൂപ്പിന്റെ യൂണിറ്റ്. ആ എയുടെ പ്രോഗ്രസ്, ഗ്രൂപ്പിന്റെ പ്രോഗ്രസ് പ്ലസ് യൂണിറ്റി. യൂണിറ്റി വേറെയാണ്. അതുപോലെ ഐക്യത്തിന്. ഇങ്ങനെ ഇത്രയും 4-5 കാര്യങ്ങളാണ് ഈ പേജ് പറഞ്ഞിട്ടുള്ളത്. ഇനി എന്തെങ്കിലും ഇതിൽ പറയാനുണ്ടോ അതോ അടുത്ത പേജ് പോകണം? അടുത്ത പേജിലേക്ക് പോകാൻ കേട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ റൈറ്റ്. ഒരു സെക്കൻഡ്. 144 ബ്ലൈൻഡ് ട്രസ്റ്റ്, അന്ധമായ വിശ്വാസം. അത് എടുത്തിട്ടുള്ളത് നമ്മുടെ ഒരു ലെറ്റർ എന്നാണ്. 1966 ഡബ്ല്യു എഴുതിയ ലെറ്റർ എന്ന് പറഞ്ഞാൽ മിക്കവാറും മറുപടി ലെറ്റർ ആയിരിക്കാൻ സാധ്യത. ആരോ അയച്ച ലെറ്ററിനുള്ള മറുപടി.
അതിൽ നിന്ന് തന്നെ എടുത്തിട്ടുള്ള ഭാഗം നോക്കാം. എന്താ പറഞ്ഞു? ബ്ലൈൻഡ് ട്രസ്റ്റ്, അന്ധമായ വിശ്വാസം. Most surely there can be no trust where there is no love, nor can there be real love where distrust holds its malice sway. അതെ, മിക്കവാറും most surely there can be no trust where there is no love. സ്നേഹം ഇല്ലാത്തടത്ത് വിശ്വാസം ഉണ്ടാകും. ഒരു വിശ്വാസം ഉണ്ടാവാൻ സാധ്യതയില്ല. Nor can there be real love where distrust holds. അതേപോലെ യഥാർത്ഥത്തിലുള്ള സ്നേഹം ഉണ്ടാവില്ല അവിശ്വാസമുള്ള സ്ഥലം. Where distrust holds its marriage. കാരണം അതിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എന്താ പറയാ ഒരു രീതിയാണ്, രീതി എന്നല്ല പറയണ്ടത്, ഇപ്പൊ എന്താ പറയണ്ടത്, സ്വയം എന്നുള്ളതിനെ അതിന് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഡിസ്ട്രസ്റ്റ്, വിശ്വാസമില്ലായ്മ, അവിശ്വാസം ഉണ്ടാവുന്നത്, അവിശ്വാസം ഹോൾഡ് ചെയ്യുന്നത്. അതായത് അവിശ്വാസം, അതിനിപ്പോ ഈ കൃത്യമായ വാക്കുകൾ പറയുമ്പോൾ നമുക്ക് മലയാളത്തിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിക്കൊള്ളുന്നില്ല. എന്തായാലും അർത്ഥം ഇത്രയേ ഉള്ളൂ. വിശ്വാസം ഇല്ലെങ്കിൽ അവിടെ ട്രസ്റ്റ് ഉണ്ടാവില്ല, സ്നേഹം ഉണ്ടാവില്ല. സ്നേഹം ഇല്ലാത്തടത്ത് വിശ്വാസം ഉണ്ടാവില്ല. അവിശ്വാസം എന്നുള്ളത് നമ്മളുടെ സ്നേഹത്തിന്റെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. റിയൽ ലവ്, അതാണ് അതിന്റെ ആദ്യത്തെ ഇതുള്ളത്. ഇനി അതായത് എങ്ങനെയാണെന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് വിശ്വാസം ഇല്ല എന്നുണ്ടെങ്കിൽ ഈ അവിശ്വാസം എന്നൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തിനെ എന്താ പറയാ, സ്നേഹത്തിനെയും പൊതുവെയുള്ള നമ്മളുടെ എല്ലാ കാര്യത്തിനെയും റിമൂവ് ചെയ്ത് കളയും. ഒരു കമ്പൽസറി വേണ്ടി മനസ്സിന്റെ ഉള്ളത്തെ കാര്യം ഞാൻ പറഞ്ഞിട്ടോ. നമ്മളുടെ റിസെന്റ്മെന്റിന്റെ ഒക്കെ ലിസ്റ്റ് ഒക്കെ എടുത്ത് സ്പോൺസറായിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുമ്പോഴൊക്കെ അത് മനസ്സിലാവും. എനിക്ക് അങ്ങനെയൊക്കെ മനസ്സിലായിട്ടില്ല പല സ്ഥലങ്ങളും. ഞാനൊരു പ്രായോഗിക കാര്യം പറഞ്ഞു, എനിക്ക് അങ്ങനെയൊക്കെയാണ് ചില സ്ഥലത്തൊക്കെ മനസ്സിലായത്. റിസെന്റ്മെന്റിന്റെ ഒക്കെ ലിസ്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആ ചില ഈ പറയുന്ന പോലെ റിയൽ ലവ് ഇല്ല എന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലായി. പലയിടത്തും പല സ്ഥലങ്ങളിലൊക്കെ എന്താ പറയാ, റിയൽ ലവ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ അതിനുള്ള കാരണം എന്താണെന്നുണ്ടെങ്കിൽ അവിടെ വിശ്വാസത്തിന്റെ ഒരു കുറവായിരുന്നു. അവിശ്വാസമുള്ളവരോട് എങ്ങനെ നമുക്ക് സ്നേഹിക്കാൻ പറ്റും? ഏടെ ഉള്ളിൽ തന്നെ ഉള്ളത്, അതായത് ഏടെ ഉള്ളിൽ തന്നെ ഉള്ള ചില ആൾക്കാരെ ചില സമയത്ത് ഒരേപോലെ വിശ്വസിക്കാൻ പറ്റിക്കൊള്ളുന്നു ചില അനുഭവങ്ങൾ. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് റിയൽ സ്നേഹം അവരോടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യ കാലത്തൊന്നും ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഉണ്ട്. അത് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന, കാരണം അത് അവരും നമ്മളെ പോലെ തന്നെയാണ്. എന്താ പറയാ, സം പേഴ്സൺസ് ആർ മോർ മാൽ അഡ്ജസ്റ്റഡ് ദാൻ അതേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ വളരെ മഹത്തായ ചില വാചകങ്ങൾ കൊണ്ട്. അപ്പൊ പ്രത്യേകിച്ച് സർവീസ് മാനുവലിലെ കൊണ്ട് അത് ഗംഭീര വാചകങ്ങൾ. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആക്സെപ്റ്റ് എവരിത്തിങ് ആസ് ദേ ആർ എന്നൊക്കെ രീതിയിൽ നമ്മളൊരു ആ രീതിയിൽ ഒരു നമ്മുടെ സമീപനം നടത്തുമ്പോൾ ഈവൺ നമ്മളെ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിൽ കൂടി അവരെ നമുക്ക് സ്നേഹിക്കേണ്ടത് അതൊരു വലിയൊരു ഇതാണ്. പക്ഷെ ചില സമയത്ത് അപ്പോഴൊക്കെ വിട്ടുപോകാറുണ്ട്. വിട്ടുപോയി കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ പ്രോഗ്രാമിലാണെന്നുണ്ടെങ്കിൽ തിരിച്ചെത്തിക്കാം. നമുക്ക് അവരെ വെറുക്കേണ്ട ആവശ്യമില്ല, ആരെയും വെറുക്കാൻ പാടില്ല. കാരണം വെറുത്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോബ്ലം എന്താണെങ്കിൽ ഞാൻ ഒരാളെ വെറുത്ത് എനിക്കാണ് പ്രശ്നം. അപ്പൊ എനിക്ക് ആ വെറുപ്പ് മാറ്റിയേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ലവ് ആൻഡ് ടോളറൻസ് ആണ് നമ്മളുടെ എല്ലാ കാര്യത്തിലും നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എപ്പോഴും കാര്യം വരാനേ പറ്റും. ഇനി ബട്ട് ഡസ് ട്രസ്റ്റ് റിക്വയർ ദാറ്റ് വി ബ്ലൈൻഡ് ടു അതർ പീപ്പിൾസ് മോട്ടീവ്സ് ഓർ ഇൻഡീഡ് ടു അവർ ഓൺ?
ഇനി അങ്ങനെ വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ എല്ലാത്തിനോടും മറ്റുള്ളവരുടെ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇന്റൻഷൻ, അവരുടെ ഉദ്ദേശങ്ങളോടും അതേപോലെ ഈവൻ ഇപ്പൊ നമ്മളുടെ ഓൺ ഇന്റൻഷൻ അതിനോടൊക്കെ നമ്മൾ കണ്ണടയ്ക്കണം എന്നാ അല്ല. ഈവൻ ചില സമയത്ത് നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ എന്റെ കാര്യത്തിൽ ഞാൻ പറയും, ഇപ്പൊ ഞാൻ തന്നെ ചില കാര്യത്തില് ഇപ്പൊ അത്രയധികം അങ്ങനെയൊന്നും ചാൻസുകൾ ഇല്ല എന്റെ ഓർമ്മയിൽ, ഇപ്പൊ അടുത്ത കാലത്തൊന്നും വരുന്നില്ല. പക്ഷെ പണ്ടൊക്കെ വളരെ കാര്യത്തില് പലപ്പോഴും ഉണ്ടായിരുന്ന ചില ആൾക്കാരെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതായിരിക്കില്ല അവരോട് സംസാരിക്കും. ഇപ്പൊ ഒരുവിധമൊക്കെ ചിന്തയും വാക്കും പ്രവൃത്തിയും ഒരു നേർരേഖയിൽ കൊണ്ടുവരാൻ പറ്റും. അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു അപഭ്രംശം വന്നതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ തന്നെ വഞ്ചിച്ചോണ്ട് ഇല്ല. ഞാനത് ഏകണതിനും എല്ലാം നന്ദി പറഞ്ഞു. അപ്പോ പക്ഷെ ഇവിടെ അങ്ങനെ അഥവാ മോട്ടീവ്സ് ഉണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ എൻ്റെ ആ അകത്തുള്ള ആ ഒരു ഉദ്ദേശത്തിന് എതിരെ ഞാൻ കാണണം, ഞാൻ കണ്ണടയ്ക്കണം. അതേപോലെ മറ്റുള്ളവര് ചിലപ്പോൾ പറ്റിക്കാനായിട്ടായിരിക്കാം ചില ആൾക്കാർ ചില പ്രത്യേക ഉദ്ദേശത്തിലായിരിക്കാം ചില കാര്യങ്ങൾ വിളിക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ, അപ്പൊ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു. അങ്ങനത്തെ പ്രവർത്തനങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടത് എന്നാണ് ചോദ്യം. അതിന് അവിടെ തന്നെ ഉത്തരം പറയാണ്, നോട്ട് അറ്റ് ഓൾ, അതിന്റെ ആവശ്യമില്ല. ദിസ് വുഡ് ബി ഫോളിങ്. അങ്ങനെ ചെയ്യാണ്. അതായത് നമ്മൾ ഒരാളെ പറ്റിക്കുകയാണെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താ പറയാ, ഒരു മിനിറ്റ് ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഇത്തിരി വെള്ളം കുടിക്കട്ടെ. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞേ, നോട്ട് അറ്റ് ഓൾ, ദിസ് വുഡ് ബി ഫോൾട്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വെറും വിഡിത്തവും കാണിക്കില്ല, ബുദ്ധിമോശം നമ്മളെ. അങ്ങനെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇനിയോ, മോസ്റ്റ് സർട്ടൻലി വി ഷുഡ് അസസ് ദ capacity for harm as well as the capacity for good in every person that we would trust. നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആരായി കഴിഞ്ഞാലും അതിന്റെ നമ്മൾ സാറിന് പറഞ്ഞത് ഏതൊരു വിഷയത്തിന്റെ പ്രോസ് ആൻഡ് കോൺസ് നോക്കണം. അപ്പൊ അതുപോലെ കപ്പാസിറ്റി ഫോർ ഹാം, എത്രത്തോളം അത് നമ്മളെ ദ്രോഹിക്കപ്പെടാമെന്നും, അതേപോലെ കപ്പാസിറ്റി ഫോർ ഗുഡ്, എത്രത്തോളം നമുക്ക് നന്മ ചെയ്യാമെന്നും, നന്മയുടെ തിന്മയുടെ നമ്മൾ ഒരു വിലയിരുത്തൽ നടത്തണം, ഒന്ന് അസസ് ചെയ്യണം. Such a private inventory can reveal the degree of confidence we should extend in any given situation. അപ്പൊ എനി ഗിവൺ സിറ്റുവേഷൻ, ഏതൊരു പ്രത്യേക സാഹചര്യത്തിലാണെങ്കിലും ആ സാഹചര്യത്തില് അങ്ങനത്തെ ഒരു പ്രൈവറ്റ് ഇൻവെന്ററി നമ്മൾ സ്വയം എടുക്കുന്ന നമ്മളുടെ വ്യക്തിഗതമായ ഒരു ഇൻവെന്ററിയാണ്. ആ സമയത്ത് വേറെ ആരോടും പറയണമെന്നില്ല. നമ്മൾ ആ സമയത്തുള്ള ഒരു വ്യക്തിഗത സച്ച് പ്രൈവറ്റ് ഇൻവെന്ററി ക്യാൻ റിവീൽ ദ ഡിഗ്രി ഓഫ് കോൺഫിഡൻസ്, എത്രത്തോളം നമുക്ക് ഒരാളിൽ വിശ്വാസം അർപ്പിക്കാം എന്നുള്ള ആ വിശ്വാസ്യതയുടെ കാര്യത്തില് എന്താണ്, such a private inventory can reveal the degree of confidence we should extend in any given situation. ഏതൊരു സാഹചര്യങ്ങളിലും ഇങ്ങനത്തെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഇൻവെന്ററി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, വ്യക്തിഗതമായിട്ടുള്ള ഒരു കണക്കെടുപ്പല്ല ഒരു പരിശോധന നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ പരിശോധന നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരും. എത്രത്തോളം നമുക്ക് വിശ്വസിക്കാം, അല്ല വിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം ഉണ്ടാവാന്നുള്ളത് മനസ്സിലാക്കി തരും. ഇനി however, this inventory needs to be taken in a spirit of understanding and love. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ആ സമയത്ത് ഇപ്പൊ ഒരാൾ വേറൊരു വ്യക്തിയായിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് അയാളെ വിശ്വസിക്കാമോ എന്ന് നമ്മൾ അവിടെ വിലയിരുത്തുന്ന സമയത്ത് അതിന്റെ എങ്ങനെയായിരിക്കണം, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് അയാളെ ഉൾക്കൊണ്ടുകൊണ്ടും അതേപോലെ സ്നേഹത്താൽ
അല്ലാതെ റിസെന്റ്മെന്റ് വെച്ചിട്ടോ വേറൊരു രീതിയിലോ ആവില്ല. അപ്പൊ നമുക്ക് അതിന്റെ കറക്റ്റ് ആൻസർ കിട്ടില്ല. ഒന്നുകിൽ റിസെന്റ്മെന്റ് വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ഫിയർ വെച്ചിട്ടാവാം, വേറെ ഏതെങ്കിലും രീതിയിലാവാം, അല്ലെങ്കിൽ കുശുമ്പോ ഉണ്ടാവാം, അസൂയ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതിലാവരുത്. നമ്മൾ ആ സമയത്ത് സ്നേഹം, അതാണ് പറഞ്ഞ നമുക്ക് ആരും വെറുക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാര്യം. അപ്പൊ ആ സ്നേഹത്തിനെ അവരെ മനസ്സിലാക്കിയിട്ട് ഒരു രീതിയിലായിരിക്കുന്നത്. പിന്നെ നത്തിങ് ക്യാൻ സോ മച്ച് ബയസ് അവർ ജഡ്ജ്മെന്റ് ആസ് ദ നെഗറ്റീവ് ഇമോഷൻസ് ഓഫ് സസ്പിഷൻ, ജലസി ഓർ ആങ്കർ. അപ്പോ നത്തിങ് ക്യാൻ സോ മച്ച് ബയസ്, നമ്മളെ ഒരിക്കലും ഒരു രീതിയിലും എല്ലാ രീതിയിലും നമ്മൾ സ്വാധീനിക്കപ്പെടാൻ സാഹചര്യം എന്തിനൊക്കെയാണ് സാധ്യത ഉള്ളത്? എന്തിന്? നമ്മളുടെ വിലയിരുത്തലുകളെ സ്വാധീനിക്കാൻ എല്ലാ തരത്തിലും, കാരണം ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ തരത്തിലും സ്വാധീനിക്കപ്പെടാവുന്ന എന്താണ്? നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസ് ആയ സംശയം, ഇതേപോലെ അസൂയ, കോപം. ഇങ്ങനത്തെ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ കൃത്യമായ ജഡ്ജ്മെന്റ് വരില്ല. ജഡ്ജ്മെന്റ് മുഴുവൻ എപ്പോഴും റോങ് ആയിരിക്കും. അതാണ് പറയുന്നത്. അതിനൊക്കെ സ്വാധീനിക്കപ്പെടാം. ഇനി ഹാവിംഗ് വെസ്റ്റഡ് അവർ കോൺഫിഡൻസ് ഇൻ അനദർ പേഴ്സൺ, വി ഓട്ട് ടു ലെറ്റ് ഹിം നോ ഓഫ് അവർ ഫുൾ സപ്പോർട്ട്. അതെ, ഇനി അങ്ങനെ ഹാവിംഗ് വെസ്റ്റഡ് അവർ കോൺഫിഡൻസ് ഇൻ അനദർ പേഴ്സൺ, വേറൊരാളുടെ മുകളിൽ നമ്മൾ ഫുൾ വിശ്വാസം നമ്മൾ അർപ്പിക്കുമ്പോൾ വി ഓട്ട് ടു ലെറ്റ് ഹിം നോ അവർ ഫുൾ സപ്പോർട്ട്. ആ സമയത്ത് നമ്മളുടെ എല്ലാ സഹകരണവും അല്ലെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും ആ വ്യക്തിയെ അറിയിക്കാം. ആ വ്യക്തി അറിയേണ്ടതാണെന്നാണ് അതിനകത്ത് പറയുന്നത്. യെസ്, ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും ഐ ആം ടേക്കിംഗ് യു ഇൻ കോൺഫിഡൻസ്, ഞാൻ നിങ്ങളെ പൂർണ്ണമായിട്ടും ഞാൻ വിശ്വാസത്തിലെടുക്കുന്നു. എൻ്റെതായ എല്ലാവിധ സഹകരണവും ഉണ്ടാവും, താങ്കളുടെ കൂടെ ഉണ്ടാവും. ഇനി ബിക്കോസ് ഓഫ് ദിസ് more often than not he will respond magnificently and far beyond our first expectation. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മളൊരു 12th സ്റ്റെപ്പിന് ചെല്ലുന്ന സമയത്ത് തന്നെ ശരി, ഓക്കെ, രാവിലെ ചെന്നു സംസാരിച്ചു, ഇന്ന് വൈകുന്നേരം മീറ്റിങ്ങിന് വരാം എന്ന് പറയുമ്പോൾ നമ്മൾ സംശയത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ. പക്ഷെ നമ്മൾ ആ സംശയമൊക്കെ മനസ്സിൽ വെച്ച് കഴിഞ്ഞിട്ട് ആദ്യം ഒന്ന് വിലയിരുത്തൽ നടത്തി കഴിഞ്ഞിട്ട് അയാളുടെ പിന്നീടുള്ള പല സംഭാഷണങ്ങളിൽ നിന്നും നമുക്ക് അയാളോട് വിശ്വാസമാണ് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളോട് പറയാം, യെസ്, എന്തായാലും നിങ്ങൾ റിക്കവറിയിലേക്ക് വരുമെന്നുള്ള വിശ്വാസം എനിക്കിട്ട്, അപ്പോൾ വൈകുന്നേരത്തെ മീറ്റിങ്ങിന് നമുക്ക് ഒരുമിച്ച് കാണാം, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറയാം. അപ്പൊ അത് പറയുകയും ചെയ്യാതെ. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ് പറ്റുക? ബിക്കോസ് ഓഫ് ദിസ് മോർ ഓഫൻ ദൻ നോട്ട് ഹി വിൽ റെസ്പോണ്ട് മാഗ്നിഫിക്കന്റ്. ഇങ്ങനെയുള്ള നമ്മുടെ സമീപനം വരുമ്പോ എന്താണ്? മാക്സിമം ടൈമിൽ മോർ ഓഫൻ ദാൻ നോട്ട്, അതായത് കൂടുതൽ ചാൻസുകളിലും കൂടുതൽ എന്താ പറയുക അവസരങ്ങളിലും എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? അയാളുടെ മറുപടി വളരെ മഹത്തരത്തിലുള്ള ഇതായിരിക്കും, മാഗ്നിഫിഷ്യന്റ് ആയിരിക്കും. മാഗ്നിഫിഷ്യന്റ്ലി എന്നാണ് പറയുന്നത്, അല്ലാണ്ട് സാധാരണഗതി ഒരു ചെറിയ വാക്കല്ല അത്, വളരെ അതിശയോക്തിപരമായ വാക്കാണ്, അതിശയകരമായി. ആൻഡ് ഫാർ ബിയോണ്ട് അവർ ഫസ്റ്റ് എക്സ്പെക്ടേഷൻ, നമ്മൾ ആദ്യം വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള വലിയൊരു പ്രതീക്ഷയില് ആയിരിക്കാം, നമ്മളുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരിക്കാം. അതാണ് നമ്മുടെ പ്രതീക്ഷകൾക്കും ബിയോണ്ട് അവർ ഫസ്റ്റ് എക്സ്പെക്ടേഷൻ, നമ്മളുടെ പ്രാഥമികമായ ആദ്യത്തെ പ്രതീക്ഷകളുടെ അപ്പുറത്തായിരിക്കാം. ഇതാണ് പറയുന്നത്. ഇനി ഈ പേജ് സൂചിപ്പിക്കുന്ന ഒന്ന് ഇൻവെന്ററിയെ കുറിച്ചാണ്, നമ്മളുടെ കണക്കെടുപ്പ് അല്ലെങ്കിൽ വിലയിരുത്തലുകൾ. പിന്നെ ലവ്, സ്നേഹത്തെക്കുറിച്ച്. പിന്നെ ട്രസ്റ്റ്, വിശ്വാസത്തെക്കുറിച്ച്. ഈ 3 കാര്യമാണ് പറയുന്നത്. അപ്പോ ഇതിലെന്തേലും കൂടുതൽ പറയേണ്ടതിൽ പറയാം, സമയം